എ കെ ബാലൻ നടത്തിയിട്ടുള്ള വിഷലിപ്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ CPM പ്രവർത്തകന്മാരെ, പ്രത്യേകിച്ച് CPMൻ്റെ സൈബർ പോരാളികളെ 2-3 ദിവസമായിട്ട് അകപ്പെടുത്തിയിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിനിടയിലാണ്. അതിന് ഒരു മറുമരുന്ന് എന്നുള്ള നിലക്ക് ഞാൻ നടത്തി എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രചാരണം, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിനെതിരായി അവർ തല്ലുകൊള്ളികളാണ്, അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈഴവ സമുദായത്തെ സമുദ്ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരിക്കലും അവരെക്കുറിച്ച് ഞാൻ ഡയറക്റ്റായിട്ട് അവരെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ആസൂത്രിതമായി CPMൻ്റെ സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. ഞാനിന്ന് അവർക്കെതിരെ സൈബർ വിങ്ങിൽ പരാതി കൊടുത്തു. അത് തികച്ചും തെറ്റായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള CPMൻ്റെ ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ഈ ആളുകളുടെ ശ്രമമാണ് എന്ന് പറഞ്ഞ് കൃത്യമായ കിട്ടിയിടത്തോളമുള്ള ഐഡിയകളൊക്കെ കൊടുത്തിട്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈഴവ സമുദായം എന്നല്ല, എന്നെ വർഗീയവൽക്കവാദിയാക്കുക എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായ ഇടതുപക്ഷ ശ്രമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതുമണ്ഡലത്തിൽ ഞാനെടുത്ത നിലപാടുകൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. അത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോലും ആ നിലപാടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിലപാടുകൾ പറഞ്ഞിട്ട് തന്നെയാണ് ജയിച്ചത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലക്ക് എന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ CPMന് സംഭവിച്ചിട്ടുള്ള ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് വന്നിട്ടുള്ള അവരുടെ ക്ഷീണത്തെ മറികടക്കാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം, തെറ്റായ നിലക്ക് ഉപയോഗിക്കാം എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബാധ്യത. അതാണ് ഞാൻ നിർവഹിച്ചത്. വളരെ കൃത്യമായിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ, ഏതെങ്കിലും ഒരു ജാതീയമായ, വേണമെങ്കിൽ പറയാം മുസ്ലിം സമുദായത്തിനകത്ത് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, സമുദായത്തിനകത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവണതയുണ്ടെങ്കിൽ എതിർക്കേണ്ടതും സംസാരിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാനാണെന്ന ബോധ്യത്തോടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒരു വാക്ക് കൊണ്ട്, ഒരു വരി എങ്കിലും എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ പരസ്യമായിട്ട് മാപ്പ് പറയാനും തിരുത്തി പറയാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് ഒരു സമുദായത്തിനെതിരെയും പ്രയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇടതുപക്ഷ സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കുന്ന, RSS സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കുന്ന ഈ ഈഴവ സമുദായത്തെക്കുറിച്ച് പറയുന്ന പരാമർശവും എൻ്റെ പ്രസംഗത്തിൽ കാണാനേ കഴിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള 2-3 ദിവസത്തിലെ വലിയ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ, മലയാളി മറന്നുപോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ഒരിക്കലും പാടില്ലാത്ത മാറാട് പോലെയുള്ള കലാപങ്ങളെ വളരെ ആസൂത്രിതമായി ചിലരുടെ അജണ്ടകളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് അതിനെ വീണ്ടും കേരളീയ പൊതുമണ്ഡലത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് വളരെ ആസൂത്രിതമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ കേൾക്കുന്ന പോലെ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി, ബാലനെ പോലെ മലബാറിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാം മുസ്ലിം സമുദായത്തിനകത്ത് എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനം എന്താണ്, അവർക്ക് എത്ര ആളുകൾ കൂടെയുണ്ട്, അവർക്ക് രാഷ്ട്രീയത്തിൽ ചെലുത്താവുന്ന സ്വാധീനത്തിൻ്റെ ശക്തി എന്താണ്, കേരളത്തിൽ എത്ര പഞ്ചായത്ത് വാർഡുകൾ, ഏതെങ്കിലും ഒരു പഞ്ചായത്തെങ്കിലും അവർ ഭരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്കറിയാം. എന്നിട്ടും പറയുന്നത് കൃത്യമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ പറയുക വഴി ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രി വകുപ്പ് മന്ത്രിയാവുമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രി ആവരുത്, ആയാൽ കുഴപ്പമാണ് എന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. രണ്ടാമത്തെ മെസ്സേജ് എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരാണ്. മൂന്നാമത്തെ മെസ്സേജ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്നതാണ്. വളരെ ആസൂത്രിതമായിട്ടാണ് ഒരു ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻ എടുക്കുന്നത്. ബാലൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിഷ്കളങ്കമായൊരു പൊട്ടത്തരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ അതിനെ എൻഡോസ് ചെയ്യുന്നതോടുകൂടി ഇതിന് പിറകിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ചില അജണ്ടകളുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരികയാണ്. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ മറക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ, ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്നിപ്പോൾ വേറെ ചില കണ്ടവരുടെ അറസ്റ്റൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മാറി ചിന്തിക്കാം. പക്ഷേ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മീഡിയകൾ ചർച്ച ചെയ്യുന്നത് വർഗീയതയാണ്, പച്ച വർഗീയതയാണ്. അതിനകത്ത് എന്താണ് കേരളത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾ ആലോചിച്ചു. മീഡിയക്കാരെ ഞാൻ കുറ്റം പറയുകയില്ല, കാരണം അത്തരം വാർത്തകൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കേരളം ഭരിച്ച ഒരു സർക്കാരിന് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ നേട്ടങ്ങൾ പറയാൻ കഴിയാത്തത്, നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തത്? പുതിയ തലമുറക്ക് വേണ്ടി ചെയ്തത്, നിലവിലുള്ള തലമുറക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതല്ലേ അവർ സംസാരിക്കേണ്ടത്? ഈ സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ബംഗാളിൽ.
ഈ സീക്വൻസ് നമ്മൾ ത്രിപുരയിൽ കണ്ടിട്ടുണ്ട്. വളരെ പതുക്കെ ഈ ഒരു കൺവെർഷൻ. ഇപ്പോൾ നിങ്ങൾ റെജി ലൂക്കോസിൻ്റെ ഒരു മാറ്റം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. റെജി ലൂക്കോസ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വരെ നിങ്ങളുടെ ചാനലിൽ വന്ന് CPM-ന് വേണ്ടി വാദിച്ച റെജി ലൂക്കോസ് പെട്ടെന്ന് ഒരു സുപ്രഭാതം കഴിയുമ്പോൾ അദ്ദേഹം പിന്നെ കാവി ധരിച്ച് ഇടതുപക്ഷ BJP-ക്ക് വേണ്ടി സംസാരിക്കാൻ വരികയാണ്. റെജി ലൂക്കോസ് ഒരു തുടക്കം എന്നല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് കുടിയൊടിഞ്ഞു പോകുന്ന CPM-കാരുടെ ഒരു പ്രകടമായ ഒന്നാണ് റെജി ലൂക്കോസ് എന്ന് പറയുന്നത്. ഇത് ഇന്ന് നിങ്ങൾ ഇടതു നിരീക്ഷകരായി വിളിക്കുന്നവരൊക്കെ നാളെ അവരുടെ പ്രൊഫൈലുകൾ മാറ്റപ്പെടാൻ പോകുന്നത് BJP-യുടേതായിട്ടാണ്. ഞാൻ CPM-ലെ സഖാക്കളോട് പറയുന്നത്, ഇപ്പോൾ ഇതിനൊക്കെ പറയുന്നൊരു ഉത്തരവുണ്ട്. എന്താണ് ഈ വർഗീയത പറയുന്നത്? എങ്ങനെയെങ്കിലും വോട്ടുകൾ ഉണ്ടാക്കാനുള്ള പിണറായി വിജയൻ്റെ തന്ത്രമാണെന്നാണ്. മൂന്നാമതും ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ CPM-ന് നിൽക്കാനാവില്ല എന്നതാണ്. ഇങ്ങനെ ഒരു CPM നിന്നിട്ട് എന്താ കാര്യം? കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ CPM പ്രവർത്തകന്മാരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇങ്ങനെ ഒരു CPM നിന്നിട്ട് എന്താ കാര്യം? എന്തിനാണ് ഇങ്ങനെ ഒരു CPM രാജ്യത്ത് നമുക്ക് ആവശ്യമുള്ളത്? അതുകൊണ്ട് രക്ഷപ്പെടുന്നവർ, ഈ കപ്പിത്താൻ വളരെ ആസൂത്രിതമായി കപ്പൽ RSSൻ്റെ തീരത്തേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവരൊക്കെ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതാണ് ഇനി നല്ലത്. അല്ലെങ്കിൽ ഒരു കാലക്രമത്തിൽ ന്യായീകരിച്ച് അറിയാതെ RSSകാരനായി പോകുന്ന അവസ്ഥയിലേക്ക് CPM-ൻ്റെ സൈബർ വിങ്ങും ന്യായീകരണ തൊഴിലാളികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റെജി ലൂക്കോസ് ഒരു സൂചനയാണ് എന്നാണ് ഞാൻ പറയുന്നത്. പതുക്കെ RSS ആവുക, BJP ആവുക എന്നുള്ളത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മീഡിയ പ്രവർത്തകർക്ക് അറിയാലോ, ഇങ്ങനെ ഒരു പ്രവണത കണ്ടിരുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ്സിലായിരുന്നു നേരത്തെ. എന്നാൽ അതിശക്തമാം വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മുന്നേറ്റമുണ്ട്. അതിനകത്ത് ഒരു ജീവൽ മരണ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി കൊടുത്തൊരു നേതൃത്വമുണ്ട്. പോകുന്നവൻ ആര് പോയാലും ശരി കോൺഗ്രസ് മതേതര പക്ഷത്ത് നിൽക്കുമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനെ തിരിച്ചു കൊണ്ടുവന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിലേക്കോ ജീവൻ കളഞ്ഞും ഈ രാജ്യത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ നിലനിർത്തേണ്ടുന്ന പോരാട്ടത്തിൽ CPM-കാരായ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ സംഭവിക്കുന്നു വിചാരിക്കുള്ളൂ. അവിടെ രാഹുൽ ഗാന്ധി ഉണ്ട്. ഇവിടെയുള്ള ക്യാപ്റ്റനാണ് ഇത് ചെയ്യേണ്ടത്. അയാൾ തന്നെ ഏറ്റവും വലിയ വർഗീയവാദിയാണ്. മോന്തായം വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൗക്കോലൊക്കെ വളയും എന്നതിൽ യാതൊരു സംശയവുമില്ല. റെജി ലൂക്കോസൊക്കെ അതുകൊണ്ട് തന്നെയാണ് വളഞ്ഞു പോയത്. വളയാതെ രക്ഷപ്പെടേണ്ട ബാധ്യത അതിനകത്ത് നിൽക്കുന്നവരാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ അപകടകരമായ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് എന്നെപ്പോലെയുള്ളവരെ പഴിചാരിയിട്ട് രക്ഷപ്പെടാമെന്ന് CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള എൻ്റെ ബാധ്യതയാണ് ഞാനിപ്പോൾ നിർവഹിച്ചത്. അത് തന്നെയാണ് ഞാൻ കേസായിട്ട് ഇവർക്കെതിരെ കൊടുക്കുകയും ചെയ്തത്. ഇതിനകത്ത് മലബാറിലെ ഈഴവന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത് വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ കൊടുങ്ങല്ലൂരിലും പൊന്നാനിയിലും തലശ്ശേരിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി CPM-ൻ്റെ സ്വാധീനത്തിലേക്ക് വരുമ്പോൾ കൾച്ചറലായിട്ട് അവർക്ക് ആ പ്രദേശങ്ങളിൽ എന്ത് മാറ്റം വന്നു എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ SNDP-യുടെ കയ്യിലുള്ള ഈഴവ സമുദായം എത്രമാത്രം വിദ്യാഭ്യാസപരമായി പുരോഗമിക്കപ്പെട്ടു എന്നും ഞാൻ പറയുന്നുണ്ട്. എന്നാൽ മലബാറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹം CPM-ൻ്റെ കയ്യിൽപ്പെട്ട് തകർന്നതുപോലെ ഇവിടുത്തെ ഈഴവ സമുദായവും CPM-ൻ്റെ കയ്യിൽപ്പെട്ടവർ അവരുപയോഗിക്കുന്ന CPM-ൻ്റെ രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടാക്കുന്നത് തടഞ്ഞത് CPM-ആണ് എന്നാണ് എൻ്റെ ആരോപണം. ആരോപണത്തെ ഞാൻ ഉറച്ചിരിക്കുന്നു. അത് ഈഴവ സമുദായത്തിനെതിരാണെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിനെതിരെന്ന് പറയണ്ടേ? CPM-നെ ഇത് നടത്തുന്ന അല്ലെങ്കിൽ ഈ ജാതി മത സമൂഹങ്ങൾക്കിടയിലൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് CPM ഉണ്ടാക്കുന്ന ഈ നവോത്ഥാന സംരംഭ ശ്രമങ്ങളെ തടുക്കുന്ന CPM-ൻ്റെ ശ്രമങ്ങളെയാണ് ഞാൻ അപലപിച്ചത്. അത് രാഷ്ട്രീയമായ എൻ്റെ ആരോപണമാണ്. അതിൽ ഒരിക്കലും ഈഴവ സമുദായത്തെ ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗവും അതിനകത്തില്ല. പിന്നെ വേറൊരു സമുദായത്തെക്കുറിച്ചും കൂടെ പറഞ്ഞു, തീയ സമുദായമോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രസംഗം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല.